എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാകും. ഓക്കെ, ഇന്ന് നമ്മൾ അടിപൊളി ഒരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്, ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ 2016 സെപ്റ്റംബർ 18 ജമ്മു കാശ്മീരിലെ ഉറി സെക്ടറിലുള്ള ബ്രിഗേഡ് ആസ്ഥാനത്തിന് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയും അതിൽ ഇന്ത്യയുടെ 16 വീര ജവാന്മാരെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാവരുടെയും ഉള്ളിൽ പ്രതികാരത്തിനായുള്ള ശക്തമായ ആഗ്രഹം ജ്വലിച്ചു നിന്നു. കൃത്യം 11 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 29 ഇന്ത്യൻ ആർമിയുടെ ഹൈലൈറ്റ് പാരാ സ്പെഷ്യൽ ഫോഴ്സ് LOC പാകിസ്ഥാനി ഭീകരരുടെ നിരവധി ലോഞ്ച് പാഡുകൾ തകർത്തു. നമ്മുടെ സൈനികർ ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കി സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. എന്നാൽ അന്നു മുതൽ പാകിസ്ഥാൻ ഒരു വാശിക്കാരനായ പൂച്ചയെപ്പോലെ അതിർത്തി ഗ്രാമങ്ങളിൽ വെടിവെപ്പും ഷെല്ലാക്രമണവും നടത്തി സാധാരണക്കാരെ ലക്ഷ്യമിടാൻ തുടങ്ങി. അതിനിടയിൽ സുരക്ഷാ കാരണങ്ങളാൽ സൈന്യവും ഗവൺമെൻറ്റും ജമ്മു കാശ്മീരിലെ പല ഭാഗങ്ങളിലും സാധാരണക്കാരുടെ സഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാത്രികാലങ്ങളിൽ വെടിവെപ്പ് വർദ്ധിച്ചതിനാൽ അതിർത്തി നിവാസികൾ വീടിനുള്ളിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചു. സെപ്റ്റംബർ 29 മിന്നലാക്രമണത്തിന് 4 ദിവസങ്ങൾക്ക് ശേഷം മനീഷ് ഭായി ജമ്മു കാശ്മീരിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു കല്യാണത്തിന് പോകേണ്ടി വന്നു. ആ സമയത്ത് അവിടെ വളരെ പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. മിന്നലാക്രമണത്തിന് പകരം ചോദിക്കാൻ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൻ്റെ ഉള്ളിൽ തീർച്ചയായും ശ്രമിക്കുമെന്ന് എല്ലാവരും ഭയപ്പെട്ടിരുന്നു. പക്ഷേ അതൊരു സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു. മനീഷ് ഭായിക്ക് പോകാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ഇതിനിടയിൽ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയ മനീഷും സുഹൃത്തുക്കളും രക്തം മരവിപ്പിക്കുന്ന ഭയാനകമായൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. മനീഷിന്റെ വീട് ജമ്മു കാശ്മീരിലെ ഉധംപൂർ നഗരത്തിലാണ്. സുഹൃത്തിന്റെ കല്യാണം നടക്കുന്നത് രാംപാൽ ജില്ലയിലെ പോഗൽ പരസ്ഥാൻ എന്ന ഗ്രാമത്തിലാണ്. ഉധംപൂരിൽ നിന്നും പോഗൽ പരസ്ഥാനിലേക്കുള്ള ദൂരം ഏകദേശം 80 കിലോമീറ്റർ ആണ്. ഒക്ടോബർ 3 രാത്രി 10 മണിക്ക് താനും അനിയൻ വിനയും കസിൻ അമനും സുഹൃത്ത് നീരജും ചേർന്ന് വെളുത്ത ഫോർച്യൂണറിൽ സുഹൃത്തിന്റെ കല്യാണത്തിന് പുറപ്പെട്ടുവെന്ന് മനീഷ് വിശദീകരിക്കുന്നു. പാരസ്ഥാൻ എന്ന പേര് ശ്രദ്ധിക്കുക. പാരസ്ഥാൻ എന്നാൽ മാലാഖമാർ, ഫെയറീസ് വസിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച് പണ്ടുകാലത്ത് ഇവിടെ മാലാഖമാർ ജീവിച്ചിരുന്നു. മാലാഖമാരും മറ്റും അമാനുഷിക ശക്തികളും നിലനിൽക്കുന്നുണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു. സത്യത്തിൽ ഹിമാചൽ പ്രദേശിലെ സപ്തിയിലുള്ള നാക്കു ഗ്രാമത്തിൽ ബൈക്ക് യാത്ര നടത്തുമ്പോൾ മാലാഖമാർ ഇപ്പോഴും ആ മലനിരകളിൽ ജീവിക്കുന്നുണ്ടെന്ന് ഒരു നാട്ടുകാരൻ വഴി ഞാൻ അറിഞ്ഞു. സപ്തിയിലെ ചന്ദ്രതാൽ തടാകത്തിൽ മാലാഖമാർ അവിടെ സന്ദർശിക്കാറുള്ളതിനാൽ രാത്രി താമസം നിരോധിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക ഗവൺമെൻറ് ബോർഡ് തന്നെയുണ്ട്. ഈ പോകാലുകൾ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത് പോകാലി എന്ന ഭാഷയാണ്. അത് അയൽ ഭാഷകളായ കാശ്മീരിൽ നിന്നും ഹിസ്തൊരിയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. മനീഷ് വിശദീകരിക്കുന്നു. നീരജാണ് കാർ ഓടിച്ചിരുന്നത്. അവന് 18 വയസ്സുണ്ട്. എൻ്റെ അനിയനും കസിനുമായ വിനയ്ക്കും അമനും 14 വയസ്സ് വീതമാണ് പ്രായം. മനീഷ് മുൻസീറ്റിലായിരുന്നു ഇരുന്നത്. 4 പേരും സന്തോഷത്തോടെ ഉധംപൂരിൽ നിന്നും ഭോപാൽ പരസ്ഥാൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു. മിന്നലാക്രമണത്തെ തുടർന്ന് സംഘർഷം കാരണം വലിയ വാഹനങ്ങൾ ആ റോഡിലൂടെ അനുവദിച്ചിരുന്നില്ല. റോഡരികിൽ ട്രക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതും കടകൾ അടച്ചു തുടങ്ങുന്നതും മനീഷ് ശ്രദ്ധിച്ചു. മുന്നോട്ടു പോകുന്തോറും റോഡ് വിജനമായി വന്നു. അവർ കാറിൻ്റെ ഉള്ളിൽ സംഗീതം വച്ചു. തണുത്ത കാറ്റ് കൊള്ളാൻ ജനാലകൾ താഴ്ത്തിയിട്ടു. രാത്രി 11 മണിയോടെ അവർ രാംബാനിലെത്തി. ചിനാബ് നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിലൂടെയാണ് അവർ കടന്നുപോയത്. പാലത്തിനടുത്തെത്തിയപ്പോൾ താഴെ ഒഴുകുന്ന നദിയിൽ ഇരുട്ടത്ത് ഒരു കറുത്ത നിഴൽ കടന്നു പോകുന്നതായി തോന്നി. പാലം കടന്ന ശേഷം അവർ വണ്ടി റോഡരികിൽ ഒതുക്കി നിർത്തി പുറത്തിറങ്ങി ഒന്ന് വെയ്യനങ്ങി വെള്ളം കുടിച്ചു. അവിടെ വെച്ച് കുറച്ച് ഫോട്ടോകളും എടുത്ത ശേഷം കാറിൽ കയറി യാത്ര തുടർന്നു. രാംബാൻ കഴിഞ്ഞതോടെ റോഡിലെ വാഹനങ്ങൾ ഗണ്യമായി കുറഞ്ഞുവെന്ന് മനീഷ് എഴുതുന്നു. രാംബാൻ വരെ ഏകദേശം 8-10 വാഹനങ്ങൾ കാണാമായിരുന്നു. എന്നാൽ ആ ടൗൺ കഴിഞ്ഞാലുടൻ ആ റോഡിലെ ഏക വാഹനം അവരുടേത് മാത്രമായി. ചുറ്റും ഘോരമായ ഇരുട്ട്. ആർമിയുടെ പെട്രോളിംഗ് വാഹനങ്ങൾ പോലുമില്ല. റോഡരികിൽ ട്രക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചയും അപ്രത്യക്ഷമായി. ഇതിനിടയിൽ പിൻസീറ്റിലിരുന്ന അമൻ ജനാലകൾ സാവധാനം ഉയർത്തിയിട്ട് പറഞ്ഞു, ചേട്ടാ, എനിക്ക് നല്ല തണുപ്പ് തോന്നുന്നു. എല്ലാവരും അമനെ കളിയാക്കാൻ തുടങ്ങി. അമൻ പെട്ടെന്ന് പേടിക്കുന്ന കൂട്ടത്തിലാണെന്ന് മനീഷ് പറയുന്നു. അതുകൊണ്ട് അവനെ കൂടുതൽ കളിയാക്കി. അമനത് കാര്യമായി എടുത്തു. വേണ്ട, സാരമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ജനാല താഴ്ത്തി. കുറച്ചു സമയത്തിന് ശേഷം അവർ ബെട്രി ചഷ്മ എന്ന ഗ്രാമം പിന്നിട്ടു.
അതോടെ കാറിൻ്റെ വേഗത കൂടി. ഒരു വശത്ത് പർവ്വതങ്ങളും മറുവശത്ത് 3000 അടി താഴ്ചയുള്ള കൊക്കയുമായിരുന്നു. ഇപ്പോൾ രംബാനും ഭോഗൽ പരസ്ഥാനുമിടയിൽ ഖൂനി നാല എന്നൊരു സ്ഥലമുണ്ട്. സമയം രാത്രി ഏകദേശം 12:30 അവർ ഖൂനി നാലയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയായിരുന്നു. നീരജ് വളരെ ശ്രദ്ധയോടെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ ബോണറ്റിൽ വളരെ ഭാരമുള്ള എന്തോ ഒന്ന് വീഴുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദത്തോടെ എന്തോ ഒന്ന് തങ്ങളുടെ കാറിൻ്റെ മുകളിലേക്ക് വലിച്ചയക്കപ്പെട്ടതായി അവർക്ക് മനസ്സിലായി. ഇത് കണ്ട് പിൻസീറ്റിലിരുന്ന അമൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. നീരജ് സ്റ്റീറിംഗിൽ മുറുക്കി പിടിച്ചു പറഞ്ഞു, ചിലപ്പോൾ ഏതെങ്കിലും മൃഗം വീണതായിരിക്കും. ഇവിടെ കുറുക്കന്മാരും മറ്റും നടക്കാറില്ലേ? പേടിക്കണ്ട. അവൻ അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും മൃഗമായിരുന്നെങ്കിൽ അത് മുരളുകയോ മാന്തുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ അവിടെ പൂർണ്ണ നിശബ്ദതയായിരുന്നു. കാറിൻ്റെ മുകളിൽ ഒരു വസ്തുവിൻ്റെ ഭാരം മാത്രമേ അവർക്ക് അനുഭവപ്പെട്ടുള്ളൂ. കാറിനുള്ളിലെ താപനില ഗണ്യമായി കുറഞ്ഞതായും തണുപ്പ് അനുഭവപ്പെട്ടതായും മനീഷ് എഴുതി. അന്തരീക്ഷമൊന്ന് ലഘൂകരിക്കാൻ താൻ അവനെ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. പക്ഷേ കാറിൻ്റെ ഉള്ളിലെ ആ പ്രസന്നമായ അന്തരീക്ഷം പൂർണ്ണമായും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. എല്ലാവരും അതീവ ഗൗരവത്തിലായി. അമൻ മറുപടി ഒന്നും നൽകുന്നില്ലായിരുന്നു. താൻ 2 തവണ കളിയാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ മിണ്ടിയില്ല. അല്പസമയത്തിന് ശേഷം അമൻ എല്ലാവരോടും പറഞ്ഞു, മുന്നിൽ ആ ചോരത്തോടുണ്ട്, ബ്ലഡി ഡ്രെയിൻ. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് നല്ല പേടിയാകുന്നു. പക്ഷെ ആരും മറുപടി പറഞ്ഞില്ല. 4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആ ചോരത്തോടിലൂടെ കടന്നു പോകണം എന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരുന്നു. നീരജിന് കൂടുതൽ ഉത്തരവാദിത്തം തോന്നി. സുഹൃത്തിൻ്റെ ഗ്രാമത്തിൽ സുരക്ഷിതമായി എത്തുക എന്നത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. അല്പം വെള്ളം കുടിച്ച ശേഷം അവർ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി. ഈ സമയം എല്ലാവരും ജനാലകൾ അടച്ചിരുന്നു. പതുക്കെ അവർ ചോരത്തോടിൻ്റെ അടുത്തെത്തി. തോടിന് ഏകദേശം 1.5 കിലോമീറ്റർ മുമ്പ് അവർക്ക് കഠിനമായ ദുർഗന്ധം അനുഭവപ്പെട്ടു. ആരോ അടുത്തെവിടെയോ ശവം ദഹിപ്പിച്ചതുപോലെ തോന്നി. ജനാലകൾ അടച്ചിട്ടിട്ടും ആ മണം കാറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. കാലവർഷക്കെടുതി കാരണം റോഡ് തകർന്നു കിടക്കുകയാണ്. നീരജ് കാറിൻ്റെ വേഗത മണിക്കൂറിൽ 40 മൈലിലേക്ക് കൂട്ടി. ചോരത്തോടിനടുത്ത് എത്തിയതോടെ ആ ദുർഗന്ധത്തിൻ്റെ തീവ്രത വർദ്ധിച്ചു. ഒടുവിൽ അവൻ തോടിന് 500 മീറ്റർ അകലെയുള്ള സ്ഥലത്തെത്തി. തോടിന് മുകളിൽ ഒരു പാലമുണ്ട്. അപ്പുറത്തെത്താൻ അത് കടക്കണം. പാലത്തിന് തൊട്ടുമുമ്പ് അവർ അപകടത്തിൽപ്പെട്ടൊരു കാറ് കണ്ടു. തകർന്ന ആ കാറിനടുത്ത് ഒരു കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അവളുടെ ഭർത്താവ് ബോധരഹിതനായി അടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. സ്ത്രീയുടെയും കുട്ടിയുടെയും തലയിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. വരുന്നത് കണ്ടയുടനെ ആ സ്ത്രീ സഹായത്തിനായി കൈവീശി. ഇത് കണ്ട പുറകിലിരുന്ന അമൻ പറഞ്ഞു, ദയവായി വണ്ടി നിർത്തരുത്. നീരജ് മനീഷിനെ നോക്കി. മനീഷ് പറഞ്ഞു, എടാ വണ്ടി നിർത്തണ്ട. നീരജ് പാലത്തിൻ്റെ അടുത്തേക്ക് സാവധാനം വണ്ടി ഓടിച്ചു. സ്ത്രീയെ കടന്നു പോകുമ്പോൾ നീരജ് പതുക്കെ തലചിരിച്ചു നോക്കി. അവളൊരു സാധാരണ സ്ത്രീയെ പോലെ തോന്നി. കുട്ടിയുടെ മുഖവും നോർമലായിരുന്നു. ഏയ്, ഞാൻ ആ സ്ത്രീയെ കണ്ടു. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് മനുഷ്യത്വം കാണിക്കണം. അവളെ ഇനി ആര് സഹായിക്കാനാ? അവളുടെ ഭർത്താവ് മരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുഞ്ഞുമായി അവൾ എവിടെ പോകും? അവളെക്കുറിച്ചൊന്ന് ചിന്തിക്കേ. നീരജിൻ്റെ വാക്ക് കേട്ട് മനീഷ് പറഞ്ഞു, ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നീരജും ഞാനും പോയി ആ സ്ത്രീയെ നോക്കാം. നിങ്ങൾ 2 പേരും കാറിൻ്റെ പിന്നിലിരുന്നോ. അവർ പാലത്തിൻ്റെ മുകളിൽ വണ്ടി നിർത്തി വാതിലുകൾ തുറന്നു. നീരജും മനീഷും പുറത്തിറങ്ങിയപ്പോൾ ആ സ്ത്രീയുടെയും കുട്ടിയുടെയും നിലവിളി കൂടുതൽ ഭയാനകമായി. അവർ 2 പേരും ആ സ്ത്രീയുടെ അടുത്തേക്ക് നീങ്ങി. മനീഷ് എഴുതുന്നത് ഇങ്ങനെയാണ്: അവർ സ്ത്രീയുടെ ഏതാനും അടി മാത്രം അകലെ എത്തിയപ്പോൾ അതുവരെ നിലവിളിച്ചുകൊണ്ടിരുന്ന സ്ത്രീയും കുട്ടിയും പെട്ടെന്ന് നിശബ്ദരായി. ആ നിശബ്ദതയോടെ നീരജും മനീഷും അവിടെ നിന്നു. അവർ ആ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷം അവരുടെ നോട്ടം താഴെ കിടക്കുന്ന ഭർത്താവിൽ പതിച്ചു. അയാളുടെ ശരീരത്തിൽ അനക്കം കണ്ടു. സെക്കൻഡുകൾക്കുള്ളിൽ ആ സ്ത്രീയുടെ മുഖം പൂർണ്ണമായി മാറി. വികൃതമായ മുഖം, കണ്ണുകളുടെ സ്ഥാനത്ത് 2 കറുത്ത കുഴികൾ മാത്രം. എന്നിട്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ ആ സ്ത്രീ പറഞ്ഞു, വരൂ, ആരോ വണ്ടി നിർത്തിയിട്ടുണ്ട്. സ്ത്രീ ഇത് പറഞ്ഞ ഉടനെ കുനിഞ്ഞു കിടന്ന ഭർത്താവ് എഴുന്നേറ്റ് നിന്നു. ആ സ്ത്രീയും ഭർത്താവും തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് അവർ ശ്രദ്ധിച്ചു. ഇത് കണ്ട 2 പേരും ഓടി കാറിൽ കയറി വാതിൽ പൂട്ടി. ആ സ്ത്രീ ജനാലയിൽ അടിക്കാൻ തുടങ്ങി. അവളുടെ ശരീരം മുഴുവനും രക്തമായിരുന്നു. അത് ഗ്ലാസ്സിലേക്ക് പടർന്നു. നീരജ് ഉടൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കാറിന് മുകളിലുണ്ടായിരുന്ന ഭാരമുള്ള വസ്തു ബോണറ്റിലേക്ക് ഊർന്നിറങ്ങി. അത് ആ സ്ത്രീയുടെ ഭർത്താവായിരുന്നു. ധൈര്യം സംഭരിച്ച് നീരജ് കാർ വേഗത്തിൽ മുന്നോട്ടെടുത്തു. ചോരത്തോട് കടന്ന നിമിഷം തന്നെ ആ സ്ത്രീയുടെ ഭർത്താവ് അപ്രത്യക്ഷനായി. എന്നാൽ പെട്ടെന്ന് പുറകിലിരുന്ന അമൻ ബോധരഹിതനായി വീണു. ഇവിടെയാണ് യഥാർത്ഥ സംഭവം തുടങ്ങിയത്. സമയം രാത്രി 12:50. നീരജ് കാർ ഓടിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൈകൾ ഒട്ടും വിറയ്ക്കുന്നില്ലെന്ന് മനീഷ് ശ്രദ്ധിച്ചു. വിനയ് പുറകിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു, ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്ന് ഭയന്ന്.
അമൻ ബോധമില്ലാതെ കിടക്കുകയാണ്. ശരീരം അയഞ്ഞു പോയിരിക്കുന്നു. കുറച്ചു ദൂരം പോയ ശേഷം അവർ വണ്ടി റോഡിന്റെ വീതിയുള്ള ഭാഗത്ത് നിർത്തി. മനീഷ് പുറത്തിറങ്ങി അമന്റെ അടുത്തേക്ക് ചെന്നു. വാതിൽ തുറന്ന് അവന്റെ മുഖത്ത് വെള്ളം തെളിച്ചു. അമൻ പെട്ടെന്നുണർന്നു. പക്ഷെ അവൻ എല്ലാവരെയും നോക്കിയ രീതി കണ്ടപ്പോൾ അവൻ അപ്പോഴും ബോധരഹിതനാണോ എന്ന് അവർക്ക് തോന്നിപ്പോയി. ചുറ്റും നടക്കുന്നത് അവൻ പൂർണ്ണമായും അറിയുന്നുണ്ടെന്ന് തോന്നി. അമൻ പതിയെ സംസാരിക്കുന്നു. അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ മനീഷ് അടുത്തേക്ക് ചെന്നു. അമൻ മറുപടിയൊന്നും പറഞ്ഞില്ല. മനീഷിന്റെ മുഖം അവന്റെ അടുത്താണ്. പക്ഷെ അമൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. നീരജ് പറഞ്ഞു, മനീഷ് വണ്ടിയിൽ കയറൂ, നമുക്ക് ഈ ഭാഗം വേഗം കടക്കണം. അവർ വീണ്ടും യാത്ര തുടങ്ങി. രാത്രി 1:20 അവർ മകർകോട്ട് എന്ന സ്ഥലം കടന്നു. അത് കടന്നതോടെ അന്തരീക്ഷം സാധാരണ നിലയിലായി. റോഡരികിൽ കുറച്ച് വെളിച്ചം കണ്ടു. ഖൂനി നാലയിൽ കണ്ടത് വെറും തോന്നലാണെന്നും മാനസികമായി തളർന്നതുകൊണ്ട് തോന്നിയതാണെന്നും അവർ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. മനീഷ് വീണ്ടും തമാശകൾ പറയാൻ തുടങ്ങി. എന്നാൽ അവിടെ നിന്ന് 2.5 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ വീണ്ടും ദുർഗന്ധം കാറിന്റെ ഉള്ളിൽ നിറഞ്ഞു. ഉള്ളിലെ താപനിലയും കുറയാൻ തുടങ്ങി. ഇതിനിടയിൽ റോഡിന് നടുവിൽ അവർ എന്തോ ഒന്ന് കണ്ടു. കാറിന് 20 മീറ്റർ അകലെ വെള്ളക്കുർത്തയും പൈജാമയും ധരിച്ചൊരാൾ കുതിരപ്പുറത്തിരിക്കുന്നു. തലയിൽ ചുവന്ന തലപ്പാവും മുറുക്കി കെട്ടിയിട്ടുണ്ട്. കുതിര അനങ്ങുന്നില്ല. റോഡിന് നടുവിൽ അത് നിശബ്ദമായി നിൽക്കുകയാണ്. നീരജ് കാറ് നിർത്തി. 2-3 തവണ ബ്രേക്ക് ചവിട്ടിയെങ്കിലും കുതിരയോ ആളോ മാറുന്നില്ല. എടാ, നീ ആ വണ്ടി ഓടിച്ചു പോവും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നേരത്തെ നടന്നതൊന്നും പോരെ, വണ്ടി എടുക്ക്, ബാക്കി നമുക്ക് നോക്കാം. വണ്ടി ഇങ്ങനെ നിർത്തല്ലേ എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഇത് കേട്ട നീരജ് ആക്സിലേറ്റർ കൊടുത്തു. കുതിരയ്ക്കടുത്തേക്ക് എത്തിയപ്പോൾ അത് പെട്ടെന്ന് വശത്തേക്ക് തെന്നി മാറി. ദേഷ്യമോ ആക്രോശമോ ഒന്നുമില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവിടെ നിന്നും 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അതേ ആളെ കുതിരപ്പുറത്ത് വീണ്ടും കണ്ടു. അതേ കുതിര, അതേ ആള്, അതേ വസ്ത്രം, അതേ തലപ്പാവ്. നീരജ് മനീഷിനെ നോക്കി. മനീഷ് പറഞ്ഞു, വേഗം കടന്നു പോകൂ. നീരജ് വീണ്ടും വേഗത കൂട്ടി. മുൻപത്തെ പോലെ തന്നെ കുതിര വശത്തേക്ക് തെന്നി മാറി. അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ കുതിര മാറുമ്പോൾ കുതിരക്കുളമ്പടിയുടെ ശബ്ദമോ കരച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. തികച്ചും നിശബ്ദമായാണ് അത് മാറിയത്. വീണ്ടും 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അയാൾ റോഡിന്റെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് തുടർച്ചയായി 6 തവണ ആവർത്തിച്ചു. അവിടെ നിന്നും സുഹൃത്തിന്റെ ഗ്രാമത്തിലേക്ക് ഏകദേശം 15 കിലോമീറ്റർ കൂടിയുണ്ട്. 6ാം തവണ ആ കുതിരക്കാരനെ കടന്നപ്പോൾ പിൻസീറ്റിൽ പുറത്തേക്ക് നോക്കിയിരുന്ന അമൻ നിവർന്നിരുന്ന് പറഞ്ഞു, ഇത് തുടക്കം മാത്രമാണ്, ഇനി എന്താണ് വരാനിരിക്കുന്നതെന്ന് നോക്കൂ. പക്ഷേ അമൻ ഒറ്റയ്ക്കല്ല സംസാരിക്കുന്നതെന്ന് തോന്നി. ഒരു വൃദ്ധന്റെ ശബ്ദം അവന്റെ ശബ്ദത്തോട് കലരുന്നതുപോലെയായിരുന്നു അത്. വിനയ് ഉടൻ അവന്റെ കൈ പിടിച്ചു പറഞ്ഞു, ഡാ, ഇങ്ങനെയുള്ള തമാശകൾ പറയല്ലേ. പക്ഷെ അമൻ പ്രതികരിക്കാതെ വിനയ് ഇരിക്കുന്ന വശത്തെ ജനാലയിലേക്ക് സൂക്ഷിച്ചു നോക്കി. കുറച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു, നോക്കൂ, നമ്മുടെ സുഹൃത്തുക്കൾ നടക്കുന്നു. ഇത് കേട്ടതോടെ എല്ലാവരും ഭയന്നുപോയി. അമൻ ചൂണ്ടിക്കാണിച്ച വശത്തേക്ക് എല്ലാവരും നോക്കി. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. നീരജ് വണ്ടി വേഗത്തിൽ ഓടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കി. മുൻസീറ്റിലിരുന്ന മനീഷ് ഇടയ്ക്കിടെ പുറകിലേക്ക് നോക്കി. അമൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമന്റെ കണ്ണുകൾ ആരോ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് പോലെ എന്തോ ഒന്നിനെ പിന്തുടരുന്നത് മനീഷ് കണ്ടു. അടുത്ത 5 കിലോമീറ്റർ ആരും ഒന്നും സംസാരിച്ചില്ല. നീരജ് അതിവേഗത്തിൽ ഓടിക്കുമ്പോൾ കാർ ഒരു വശത്തേക്ക് അല്പം ചെരിയുന്നത് അവൻ ശ്രദ്ധിച്ചു. ബ്രേക്ക് ഇട്ടപ്പോഴാണ് പിൻവശത്തെ ടയർ പഞ്ചറായ വിവരം അറിയുന്നത്. ഡാ, അവൻ വിളിച്ചു. ടയർ പഞ്ചറായ സ്ഥലം തികച്ചും വിജനമായിരുന്നു. ചുറ്റും പാറക്കെട്ടുകളും മരങ്ങളും കുറ്റിച്ചെടികളും മാത്രം. മനീഷ് പറഞ്ഞു, ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല, നമുക്ക് കല്യാണത്തിന് എത്താൻ പറ്റുമോ? നീരജ് പറഞ്ഞു, ശരി, നമുക്കാദ്യം പഞ്ചർ ശരിയാക്കാം. അവർ രണ്ടുപേരും പുറത്തിറങ്ങി. അമനെ ശ്രദ്ധിക്കാൻ വിനയനോട് പറഞ്ഞു. മനീഷും നീരജും കാറിന്റെ പിന്നിൽ പോയി ഡിക്കി തുറന്ന് സ്പെയർ ടയർ എടുത്തു. പഞ്ചറായ ടയർ അഴിച്ചുമാറ്റി തറയിൽ കിടത്തി വെച്ചു. എന്നിട്ട് സ്പെയർ ടയർ ഉറപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നിലത്ത് കിടന്നിരുന്ന ആ പഞ്ചറായ ടയർ തനിയെ നിവർന്നു നിൽക്കുന്നതും സാവധാനം മുന്നോട്ട് ഉരുളുന്നതും അവർ കണ്ടത്. അത് കണ്ടതോടെ അവരുടെ രക്തമുറച്ചുപോയി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ ടയർ പരത്തിയാണ് വെച്ചിരുന്നത്. പുറത്തു നിന്നും ഒരാൾ തള്ളാതെ അത് പൊങ്ങി വരാൻ ഒരു വഴിയുമില്ല. അവർ ടയറിനെ നോക്കി നിന്നു. അല്പദൂരം ഉരുണ്ട ശേഷം അത് 3000 അടി താഴ്ചയുള്ള കുക്കയിലേക്ക് വീണു. ടയർ വീഴുന്ന ശബ്ദമോ പ്രതിധ്വനിയോ ഒന്നും കേട്ടില്ല. കനത്ത നിശബ്ദത മാത്രം. ഇതിനിടയിൽ കാറിന്റെ ഉള്ളിൽ നിന്നും അമൻ പറഞ്ഞു, അയാൾ നിങ്ങളുടെ ടയർ എടുത്തു. ഇത്തവണ അമന്റെ ശബ്ദത്തിൽ ആ വൃദ്ധന്റെ ശബ്ദം കലർന്നിരുന്നു. അമന്റെ ആ വാക്കുകൾ മനീഷിന്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. മറ്റൊന്നും ചിന്തിക്കാതെ അവർ കാറിൽ കയറി. നീരജ് വണ്ടി പറപ്പിച്ച് സുഹൃത്തിന്റെ ഗ്രാമത്തിലേക്ക് വിട്ടു. അടുത്ത കുറച്ച് കിലോമീറ്ററുകളിൽ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അമൻ ഇടയ്ക്കിടെ എന്തിനെയോ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ ആ ഗ്രാമത്തിന്റെ കവാടത്തിലെത്തി.
ആ സമയത്ത് കാറിൻ്റെ ഉള്ളിലെ ഗന്ധം പൂർണ്ണമായും അപ്രത്യക്ഷമായെന്ന് മനീഷ് പറയുന്നു. എല്ലാം പഴയപടിയായി. അമൻ 2-3 വട്ടം കണ്ണു ചിമ്മി അത്ഭുതത്തോടെ ചുറ്റും നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയത്? നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? കാറിൻ്റെ ഉള്ളിൽ സംഭവിച്ചതൊന്നും അവന് ഓർമ്മയില്ലായിരുന്നു. ഇപ്പോൾ അവനോടൊന്നും പറയണ്ട, പറഞ്ഞാൽ അവൻ കൂടുതൽ പേടിക്കും എന്നവർ തീരുമാനിച്ചു. ഒടുവിൽ രാത്രി 2:30 അവർ ഗ്രാമത്തിലെത്തി. കല്യാണം നടക്കുന്ന വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മനീഷ് പറഞ്ഞു, അതൊരു മറ്റൊരു ലോകത്തെത്തിയതുപോലെയായിരുന്നു. അവിടെ സംഗീതവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. അമനും വളരെ സന്തോഷത്തിലായിരുന്നു. എല്ലാവരും ചേർന്ന് കല്യാണം ആഘോഷിച്ചു. പിറ്റേന്ന് രാവിലെ ഗ്രാമം വിടുന്നതിന് മുമ്പ് അവർ ഗ്രാമത്തിലെ മുതിർന്നവരോട് തലേന്ന് രാത്രി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരു നാട്ടുകാരൻ പറഞ്ഞു, ഖൂനിനാലയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം ഒരു ചെറിയ കാര്യമാണ്. അവിടെ എന്നും അപകടങ്ങൾ നടക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഖൂനിനാലയ്ക്ക് സമീപം ബനിഹാൽ തുരങ്കം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും നിരവധി തൊഴിലാളികൾ ചതഞ്ഞരിഞ്ഞ് മരിക്കുകയും ചെയ്തിരുന്നു. ആ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഒരു ഗർഭിണിയായ സ്ത്രീയും ഉണ്ടായിരുന്നുവെന്നും അവളുടെ ആത്മാവ് അവിടെ അലയുന്നുണ്ടെന്നുമാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അവിടെ എത്തുന്നവരുടെ ശ്രദ്ധ മാറ്റാനാണ് അവൾ ശ്രമിക്കാറുള്ളത്. ആ ശ്രദ്ധ മാറ്റൽ കാരണം പല വാഹനങ്ങളും അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ മരിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോഴും അവിടെ അലയുന്നുണ്ടെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. അപ്പോൾ മനീഷ് ചോദിച്ചു, റോഡിന് നടുവിൽ കുതിരപ്പുറത്ത് കണ്ട മനുഷ്യന്റെ കഥ എന്താണ്? അവിടെ ഉണ്ടായിരുന്നൊരു വൃദ്ധം പറഞ്ഞു, അതൊരു പ്രേതമാണ്. നിങ്ങളുടെ സുഹൃത്ത് അമനെ കൂടെ കൊണ്ടുപോകണമായിരുന്നു. ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും ഉള്ളിലൂടെ ഒരു തണുപ്പ് കടന്നുപോയി. പിന്നീട് ആ മനുഷ്യൻ അവരുടെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്ന് വിരൽ ചൂണ്ടി പറഞ്ഞു, കാറിൻ്റെ മുൻപിലുള്ള ഈ ഹനുമാന്റെ രൂപം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. അവരുടെ ഡാഷ്ബോർഡിൽ ഒരു ചെറിയ ഹനുമാൻ പ്രതിമയുണ്ടായിരുന്നു. അതാണ് അവരെ രക്ഷിച്ചത്. അമൻ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നുവെന്നും അവൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയിരുന്നെങ്കിൽ പ്രേതരാജൻ അവനെ കൊണ്ടുപോകുമായിരുന്നുവെന്നും ആ വൃദ്ധം പറഞ്ഞു. ഇത്തവണ അമനെ കിട്ടാത്തതുകൊണ്ട് കൂടെയുണ്ടായിരുന്ന ടയർ അവനെടുത്തു. എന്തു പറയണമെന്ന് മനീഷിന് അറിയില്ലായിരുന്നു. അവൻ നിശബ്ദനായി കാറിൽ കയറി ബജറംഗ് ബലിക്ക് നന്ദി പറഞ്ഞ് ഉദംപൂരിലേക്ക് മടങ്ങി. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് പ്രേതരാജൻ്റെയും ചോരത്തോടിൻ്റെയും കഥ. അവസാനിച്ചിട്ടില്ല. ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥ കൂടിയുണ്ട്. കഥയുടെ തുടക്കത്തിൽ തന്നെ 2014 ഗുജറാത്തിലെ സൂറത്തിൽ താമസിക്കുന്ന സരോജ് ഒരു രാത്രി സുഹൃത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മറ്റു ചില സുഹൃത്തുക്കളും അവളോടൊപ്പം ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം സരോജ് അവരുടെ കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അവരുടെ കാർ അവളുടെ വീടിനടുത്തുള്ള പ്രധാന റോഡിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഇവിടെ നിർത്തൂ, ഞാൻ പോയിക്കോളാം. ഞങ്ങൾ നിന്നെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാം. എന്നാൽ സുഹൃത്തുക്കൾ പറഞ്ഞെങ്കിലും സരോജ് അത് നിരസിച്ചു. വേണ്ട, എൻ്റെ വീട് അടുത്താണ്, ഞാൻ പോയിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ പ്രധാന റോഡിൽ നിന്നും സരോജിൻ്റെ സൊസൈറ്റിയിലേക്ക് ഒരു ഇടവഴി പോകുന്നുണ്ട്. സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് അവൾ നിശബ്ദമായി തൻ്റെ ഇടവഴിയിലൂടെ നടക്കാൻ തുടങ്ങി. സമയം പുലർച്ചെ 2:30 ആ വഴി ഭയാനകമാം വിധം ശാന്തമായിരുന്നു. ഏതാനും മീറ്റർ നടന്നപ്പോൾ ആരോ തന്നെ പിന്തുടരുന്നതായി സരോജിന് തോന്നി. അവൾ ഉടനെ പ്രധാന റോഡിലേക്ക് തിരിഞ്ഞു നോക്കിയെങ്കിലും പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തൻ്റെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ഇതിന് വല്ല ബന്ധമുണ്ടോ എന്ന് സരോജ് അപ്പോൾ അത്ഭുതപ്പെട്ടു. ഈ ചിന്ത മനസ്സിൽ വന്നയുടനെ അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവൾ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. പക്ഷേ ഇത് തുടക്കം മാത്രമായിരുന്നു. ഈ സംഭവത്തിന് പിന്നിലെ പൂർണ്ണമായ കഥ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ രക്തം ഉറഞ്ഞു പോകും. സരോജിൻ്റെ അയൽവാസിയായ വിഷ്ണുബായിയാണ് ഈ കഥ എനിക്ക് അയച്ചു തന്നത്. വിഷ്ണു ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നു. ഈ 2014 സംഭവത്തിൻ്റെ ഭീകരത അളക്കാൻ കഴിയുന്നത് സൈന്യത്തിലായിരുന്നിട്ടും വിഷ്ണു ഇമെയിലിൻ്റെ മാധ്യമത്തിൽ ഒരു വരി എഴുതിയിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് വായിച്ചു തരാം. നോക്കൂ സഹോദര, ഞാനിത് എഴുതുകയാണ്, പക്ഷെ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് ധൈര്യം സംഭരിക്കാൻ കഴിയുന്നില്ല. ഇതത്ര ഭയാനകമാണ്. മുഴുവൻ കഥയും വായിച്ചതിന് ശേഷം ഞാൻ ചിന്തിച്ചു, എന്തൊരു കഥയാണിത്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ കഥയിൽ ഒന്നിലധികം കഥാപാത്രങ്ങളുണ്ട്. സൊസൈറ്റിയുടെ പല ഘടനകളും ലേഔട്ടും എനിക്ക് നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടതുണ്ട്. അതിനാൽ ദയവായി വളരെ ശ്രദ്ധിച്ചു കാണുക. ശരി, നമുക്ക് കഥ തുടങ്ങാം. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ്, വിഷ്ണു വിശദീകരിക്കുന്നു. എന്നാൽ എൻ്റെ അച്ഛൻ 35 വർഷം മുമ്പ് ജോലിക്കായി സൂറത്തിലേക്ക് മാറി. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞങ്ങൾ വീട് മാറിയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതായത് ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വീട് വിട്ട് പുതിയൊരു സൊസൈറ്റിയിലേക്ക് മാറി. വിഷ്ണുവിൻ്റെ അമ്മയുടെ സഹോദരനും അദ്ദേഹത്തിൻ്റെ അമ്മായിയുടെ മകളായ ആരതിയും നേരത്തെ തന്നെ ഈ സൊസൈറ്റിയിൽ താമസിച്ചിരുന്നു. ഇപ്പോൾ ഒരു ഡയഗ്രാമിലൂടെ ഞാൻ നിങ്ങൾക്ക് മുഴുവൻ ലേഔട്ട് വിശദമായി വിവരിക്കുന്നത് കാണുക. ആദ്യം നിങ്ങളൊരു പ്രധാന റോഡ് കാണും. പിന്നെ സ്ട്രീറ്റ് ഒന്ന് വരുന്നു.
പിന്നെ സ്ട്രീറ്റ് 2. അതിനിടയിൽ ഈ ആളുകളുടെ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നു. എൻ്റെ വീട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വിഷ്ണുവിൻ്റെ വീടാണ്. അതിന് തൊട്ടടുത്ത ആരതി ദീദിയുടെ വീടാണ്, അമ്മായിയുടെ മകള്. ഇവിടെ വിഷ്ണുബായിയുടെ വീടിൻ്റെ മറുവശത്ത് സെക്കൻഡ് നമ്പർ പാത മുറിച്ചു കടക്കുമ്പോൾ ഒരു മറാത്തി കുടുംബത്തിൻ്റെ വീടാണ്. തൊട്ടെതിർവശത്തായി അവിടെ വിവാഹം കഴിച്ച അവരുടെ മകളുടെ വീടാണ്. ഈ മറാത്തി കുടുംബത്തിൻ്റെ മകളുടെ വീടിന് തൊട്ടടുത്ത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു. ഡയഗ്രാമിലൂടെ നിങ്ങൾ മുഴുവൻ സാഹചര്യവും മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം കൂടി, വിഷ്ണുവിൻ്റെ വീട് 2 നിലയായിട്ടാണ്. വിഷ്ണുവിൻ്റെ കുടുംബം താഴത്തെ നിലയിലും വീടിൻ്റെ ഉടമ മുകളിലത്തെ നിലയിലും താമസിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഈ 2 തെരുവുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാതയുണ്ട്, ഈ ഡയഗ്രാമിൽ കാണുന്നത് പോലെ. ഈ പാതയുടെ വശത്ത് ഗേറ്റുള്ള ഒരു മതിലുണ്ട്. ആ മതിലിൻ്റെ ഗേറ്റിലൂടെ പ്രവേശിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വീടിൻ്റെ ഭാഗമായ ഒരു വരാന്ത നിങ്ങൾ കാണും. ഇതല്പം സങ്കീർണമാണ്. അതിനാൽ ഈ ഡയഗ്രാം താൽക്കാലികമായി നിർത്തി കഥയുടെ ബാക്കി ഭാഗം വ്യക്തമാക്കി മനസ്സിലാക്കാൻ സൂക്ഷിച്ചു നോക്കുക. തൻ്റെ കുടുംബത്തിൽ ജ്യേഷ്ഠനും ചേച്ചിയും മാതാപിതാക്കളും ഉണ്ടെന്ന് വിഷ്ണു വിശദീകരിക്കുന്നു. അതായത് താഴത്തെ നിലയിലുള്ള വീട്ടിലാകെ 5 പേർ താമസിക്കുന്നു. തൊട്ടടുത്ത ആരതി ദീദിയുടെ കസിനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരതി ദീദിയും ഭർത്താവും 2 പെൺമക്കളും 1 മകനും ആരതി ദീദിയുടെ സഹോദരനും ഉൾപ്പെടുന്നു. അങ്ങനെ ആകെ 6 പേർ അവരുടെ വീട്ടിൽ താമസിക്കുന്നു. നിലവിൽ ആരതി താമസിക്കുന്ന അവളുടെ സഹോദരൻ്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ പറഞ്ഞ പോലെ വിഷ്ണുവിൻ്റെ വീടിൻ്റെ എതിർവശത്താണ് ഒരു മറാത്തി കുടുംബം താമസിക്കുന്നത്. ആ മറാത്തി കുടുംബത്തിന് 3 പെൺമക്കളും 1 മകനുമുണ്ട്. അവരിൽ ഒരാൾ അതേ കോളനിയിൽ വിവാഹിതയാണ്. ആ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ വിഷ്ണുവിൻ്റെ വീടിൻ്റെ വലതുവശത്താണ് താമസിക്കുന്നത്. അതിനാൽ ലേഔട്ട് ഒരിക്കൽ കൂടി മനസ്സിലാക്കും. ഇത് ആരതി ദീദിയുടെ വീട്, ഇത് വിഷ്ണുവിൻ്റെ വീട്. അവർക്ക് തൊട്ടടുത്ത മറാത്തി കുടുംബത്തിലെ മകളുടെ വീട്. സ്ട്രീറ്റ് നമ്പർ 2 മുറിച്ചു കടന്നാൽ മറാത്തി കുടുംബത്തിൻ്റെ നേരെ എതിർവശമാണിത്. അതൊരു മറാത്തി കുടുംബമാണ്. തൊട്ടടുത്ത മൂലയിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ദമ്പതികൾ താമസിക്കുന്നു. ഇതിപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ വീണ്ടും കാണുക. വിഷ്ണുവിൻ്റെ കുടുംബം പുതിയ സൊസൈറ്റിയിലേക്ക് മാറിയപ്പോൾ അവനത് ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. അവർക്ക് എല്ലാവരെയും പരിചിതമായിരുന്നു. അവർ ഒന്നിച്ച് സാമൂഹികമായി ഇടപഴകുകയും ചിരിക്കുകയും പാടുകയും കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്ത് വലിയൊരു ജീവിതം നയിക്കുകയായിരുന്നു. വിഷ്ണു വിശദീകരിക്കുന്നു. സൂററ്റിൽ ഭയങ്കര ചൂടാണ്. ഇക്കാരണത്താൽ വീട്ടിലെ ആൺകുട്ടികൾ പലപ്പോഴും ടെറസിലാണ് ഉറങ്ങുന്നത്. ഇപ്പോൾ മുഴുവൻ സൊസൈറ്റിയിലെയും ആൺകുട്ടികൾ പലപ്പോഴും രാത്രിയിൽ വന്ന് ടെറസിൽ ഉറങ്ങുന്നത് പതിവായിരുന്നു. വാസ്തവത്തിൽ മറാത്തി കുടുംബത്തിലെ പെൺമക്കളും ചിലപ്പോൾ വന്ന് ടെറസിൽ ഉറങ്ങാറുണ്ടായിരുന്നു. അവർക്ക് ഏകദേശം 24-25 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വിഷ്ണു വിശദീകരിക്കുന്നു. ഞങ്ങളവരെ ദീദി എന്ന് വിളിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ അവരുമായി വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ആരതി ദീദിയുടെ സഹോദരൻ മിഥുനും വിഷ്ണുവിനോടൊപ്പം ടെറസിൽ വന്ന് ഉറങ്ങുമായിരുന്നു. അത്തരമൊരു വേനൽക്കാല സായാഹ്നത്തിൽ വിഷ്ണു തൻ്റെ സഹോദരൻ ദേവേന്ദ്രയോടൊപ്പം മേൽക്കൂരയിൽ ഉറങ്ങുകയായിരുന്നു. മിഥുൻ ഏറ്റവും വലതുവശത്ത് ഉറങ്ങുകയായിരുന്നു. വിഷ്ണു നടുവിലും ദേവേന്ദ്ര അവൻ്റെ ഇടതുഭാഗത്തും ഉറങ്ങുകയായിരുന്നു. ഇതിനിടയിൽ പുലർച്ചെ 1:30 ദേവേന്ദ്ര ഉണർന്നു. ആരും എന്തോ ചെയ്യുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു. പക്ഷെ അത് വളരെ നേരിയ ശബ്ദമായിരുന്നു. ആരും അത്തരമൊരു ശബ്ദമുണ്ടാക്കുന്നതായി തോന്നി. അവന് മനസ്സിലായില്ല. അവൻ ഉറക്കത്തിലായിരുന്നു. അടുത്ത് കിടക്കുകയായിരുന്ന വിഷ്ണുവിനോട് അവൻ ചോദിച്ചു, എന്തു പറ്റി? നീ എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? വിഷ്ണു കണ്ണു തുറന്നു. ഞാൻ ഉറങ്ങുകയാണ്, അവൻ പറഞ്ഞു. വിഷ്ണു വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. ദേവേന്ദ്ര വിചാരിച്ചു ഇത് എവിടെ നിന്നെങ്കിലും വരുന്നതായിരിക്കുമെന്ന്. അതിനാൽ അവൻ ചെരിഞ്ഞു കിടന്ന് വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിലായി. അവൻ വീണ്ടും ഉണർന്ന് എഴുന്നേറ്റിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർത്ത് അത്ഭുതപ്പെട്ടു. അതേസമയം അവരുടെ നോട്ടം മിഥുൻഭായി കിടന്ന സ്ഥലത്തേക്ക് പോയി. അവൻ്റെ മുഖം വിയർപ്പുകൊണ്ട് നനഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. അവൻ്റെ 2 കൈകളും കഴുത്തിന് ചുറ്റുമായിരുന്നു. അവൻ വല്ലാതെ വേദനയിലായിരുന്നു. ആരും അവൻ്റെ മുഖം മുഴുവനും കട്ടിയുള്ള തലയണ കൊണ്ട് മൂടിയതുപോലെ തോന്നി. അവൻ പിടയുകയായിരുന്നു. ദേവേന്ദ്ര ഉടൻ തന്നെ വിഷ്ണുവിനെ ഉണർത്തി. ഇരുവരും മിഥുൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്തു പറ്റി? എഴുന്നേൽക്ക്, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവനെ പിടിച്ചു കുലുക്കി. അപ്പോൾ അവന് ബോധം വരികയും എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. മിഥുൻ വിശദീകരിക്കുന്നു. ആരും എൻ്റെ നെഞ്ചിലിരുന്ന് എൻ്റെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. ഏത് നിമിഷവും ശ്വാസം നിൽക്കുമെന്ന് എനിക്ക് തോന്നി. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മിഥുൻ കഠിനമായ ജോലിഭാരം കാരണം തളർന്നിരിക്കുകയാണെന്ന് അപ്പോൾ ദേവേന്ദ്ര കരുതി. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്തരം സ്വപ്നങ്ങളുണ്ടായത്. ഇതയാൾക്ക് ആദ്യമായി സംഭവിക്കുന്നത് കൊണ്ട് അവനത് നിസ്സാരമായി കാണുകയും അതൊരു സാധാരണ സംഭവമായി തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ കളി തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം രാവിലെ വിഷ്ണുവും ദേവേന്ദ്രനും മിഥുനും ഈ സംഭവം ആരോടും പറഞ്ഞില്ല. എന്നാൽ കൃത്യം 3 ദിവസത്തിന് ശേഷം വിഷ്ണുവിൻ്റെ കസിൻ ആരതിയുടെ വീട്ടിൽ അവരുടെ മക്കൾക്ക് ഇതേ സംഭവം ഉണ്ടായി. ആരും അവരെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നു. അവർ താഴെയാണ് ഉറങ്ങിയത്.
അവർ മേൽക്കൂരയിൽ ഉറങ്ങുമ്പോൾ ആരോ വന്ന് ഇങ്ങനെ ചെയ്യുന്നത് പോലെ അല്ലായിരുന്നു ഇത്. ആരതിയുടെ മക്കൾ അവരോട് ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടുപേർക്കും ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ 3 ദിവസം മുമ്പ് മുകളിൽ ഉറങ്ങുമ്പോൾ വിഷ്ണുവിന് ഇതേ കാര്യം സംഭവിച്ചതായി വിഷ്ണുവും ദേവേന്ദ്രയും വെളിപ്പെടുത്തി. ഇതിനുശേഷം 2 ആഴ്ചത്തേക്ക് എല്ലാം തികച്ചും സാധാരണമായിരുന്നുവെന്ന് വിഷ്ണു എഴുതുന്നു. അസാധാരണമായ സംഭവങ്ങളൊന്നും ഞങ്ങൾ നേരിട്ടിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ടെറസിൽ സുഖമായി ഉറങ്ങി. ഒരു രാത്രി ഈ 3 പേരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള മറാത്തി കുടുംബത്തിന്റെ ടെറസിൽ നിന്നും ഒരു പെൺകുട്ടി നിലവിളിക്കുന്നത് അവർ കേട്ടു. നിലവിളി എത്ര ഉച്ചത്തിലായിരുന്നുവെന്നാൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ സൊസൈറ്റിയിലെ എല്ലാവരും അവരുടെ വീടിന്റെ ചുറ്റും ഒത്തുകൂടി. മറാത്തി കുടുംബത്തിന് 2 പെൺമക്കളുണ്ടെന്നും അവരുടെ 3ാമത്തെ മകൾ തൊട്ട് എതിർവശത്തുള്ള വീട്ടിൽ വിവാഹം കഴിച്ചതാണെന്നും ഞാൻ പറഞ്ഞു. അതിനാൽ 2 പെൺമക്കളും ടെറസിലായിരുന്നു ഉറങ്ങിയിരുന്നത്. അവരുടെ ഒരു മകൾ വിശദീകരിച്ചു, ഞാൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ടെറസിൽ എന്തോ ബഹളം കേട്ട് ഞാൻ ഉണർന്നു. ഉണർന്നപ്പോൾ ഞാൻ മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. അവൾ ഉറങ്ങുന്ന ഭാഗത്തിന് നേരെ എതിർവശത്തായിരുന്നു ടെറസിലേക്കുള്ള പടികൾ. ഇതിനിടയിൽ കുറച്ചു കഴിഞ്ഞ് അവർ വീണ്ടും ഉണർന്നു. പടികൾക്കടുത്തൊരാൾ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. വീട്ടിലെ ആരെങ്കിലും ആയിരിക്കുമെന്ന് അവർ കരുതി. അതിനാൽ വലിയ ശ്രദ്ധ നൽകിയില്ല. എന്നാൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആരോ തങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതായും ഒരു കൈ തൻ്റെ നെഞ്ചിൽ സ്പർശിക്കുന്നതായും അവർ തിരിച്ചറിഞ്ഞു. അടുത്ത് കിടന്നുറങ്ങുകയായിരുന്ന സഹോദരി അവരുടെ കൈ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അവരുടെ സഹോദരിയും പരിഭ്രാന്തിയിൽ ഉണർന്നു. ആരോ അവരുടെ പിന്നിൽ നിന്നും ഓടിവന്ന് മേൽക്കൂരയിലേക്ക് ചാടിയെന്ന് അവളോട് പറഞ്ഞു. ഇത് സംഭവിച്ച ഉടനെ സഹോദരനും സഹോദരിയും നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി കേട്ട് സൊസൈറ്റി മുഴുവനും ഒത്തുകൂടി. തങ്ങൾക്ക് ചുറ്റുമുള്ള 3-4 വീടുകളിൽ ഇത്തരമൊരു സംഭവം നടക്കുന്നുണ്ടെന്ന വാർത്ത സൊസൈറ്റിയിലുടനീളം പതുക്കെ പടർന്നു. ഈ സംഭവത്തിന് ശേഷം വിഷ്ണുവും ദേവേന്ദ്രനും മിഥുനും മേൽക്കൂരയിൽ ഉറങ്ങുന്നത് നിർത്തി. വിഷ്ണു പിന്നീട് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി. അവർ താഴത്തെ നിലയിലാണ് താമസിച്ചിരുന്നത്. അവരുടെ വീട്ടുടമസ്ഥൻ 1ാം നിലയിലാണ് താമസിക്കുന്നത്. ഉടമയും ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും രാത്രി 10 മണിയോ 12 മണിയോ ആകും അദ്ദേഹം വീട്ടിലെത്താൻ. വിഷ്ണുവിന് സ്കൂളിൽ പരീക്ഷയോ ടെസ്റ്റോ ഉള്ളപ്പോൾ അവൻ പലപ്പോഴും രാത്രി 11 വരെ പഠിക്കാറുണ്ട്. ഉടമ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴെല്ലാം അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് വിഷ്ണുവുമായി അല്പം കുശലം പറയുകയും തമാശ പറയുകയും ചെയ്യുമെന്ന് വിഷ്ണു വിശദീകരിക്കുന്നു. സൊസൈറ്റിയിലെ ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം. വിഷ്ണുവിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു വരാന്ത ഏരിയയുണ്ട്. വരാന്തയുടെ മൂലയിൽ ഒരു വാഷ്റൂമുണ്ട്. വരാന്തയുടെ ഒരു വശത്ത് അഴികളുള്ള ഗേറ്റ് നിങ്ങൾക്ക് കാണാം. ഉടമ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴെല്ലാം ഈ ഗേറ്റിലൂടെ അകത്തേക്ക് കടന്ന് സ്വന്തം നിലയിലേക്ക് പോകും. വിഷ്ണു പഠിക്കുന്ന മുറി ഈ വരാന്തയോട് ചേർന്നാണ്. ഉടമ ഗ്രിൽ ഗേറ്റിലൂടെ പ്രവേശിക്കുന്നു. വിഷ്ണുവിൻ്റെ മുറി ഇവിടെയാണ്. വിഷ്ണു അവരെ കാണുന്നു. അവരൽപ്പം സംസാരിക്കുന്നു. എന്നിട്ട് ഉടമ തൻ്റെ നിലയിലേക്ക് പോകുന്നു. സൊസൈറ്റിയിൽ ശ്വാസം മുട്ടിക്കുന്ന സംഭവം ഉണ്ടായതിനു ശേഷം ബാക്കിയുള്ളവരും ടെറസിൽ ഉറങ്ങുന്നത് ഗണ്യമായി കുറച്ചിരുന്നു. അത് ഏകദേശം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. മറാത്തി കുടുംബത്തിലെ പെൺമക്കൾക്ക് സംഭവം ഉണ്ടായിട്ട് 1.5 മാസമായിരുന്നു. വിഷ്ണു വിശദീകരിക്കുന്നു. ഒരു രാത്രി ഞാൻ വരാന്തയ്ക്ക് അടുത്തിരുന്ന് പഠിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ പരീക്ഷകൾ തുടങ്ങാനിരിക്കുകയാണ്. അർദ്ധരാത്രി 12:30 സമയം. അപ്പോൾ പ്രധാന ഗ്രിൽ ഗേറ്റ് തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. സാധാരണയായി ഈ സമയത്താണ് ഉടമ ഗ്രിൽ ഗേറ്റ് തുറന്ന് വീട്ടിലെത്തുക. അത് അങ്കിളായിരിക്കുമെന്ന് വിഷ്ണു കരുതി. വിഷ്ണു പഠിച്ചിരുന്ന മുറിക്കും ഒരു ഗ്രിൽ ഗേറ്റ് ഉണ്ടായിരുന്നു. ഒരു തടിവാതിലും ഉണ്ടായിരുന്നു. ഉറങ്ങാൻ പോകുമ്പോൾ അത് അടയ്ക്കുമായിരുന്നു. പക്ഷെ അവൻ പഠിക്കുമ്പോൾ പ്രധാന വാതിൽ തുറന്നിടുകയും ഗ്രില്ല് മാത്രം പൂട്ടിയിടുകയും ചെയ്യുമായിരുന്നു. അതവൻ്റെ വരാന്തയുടെ പൂർണ്ണരൂപം നൽകുന്നു. അന്ന് രാത്രി താൻ പഠിക്കുകയായിരുന്നുവെന്നും പ്രധാന ഗേറ്റ് തുറക്കുന്നത് കേട്ടുവെന്നും വിഷ്ണു പറയുന്നു. അങ്കിളായിരിക്കുമെന്ന് അവൻ കരുതി. അവൻ നിശബ്ദമായി പഠനം തുടർന്നു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടും വിഷ്ണു അങ്കിളിനെ കണ്ടില്ല. അങ്കിൾ വന്ന് പതിവ് പോലെ തന്നോട് സംസാരിച്ച് മുകളിലേക്ക് പോകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷെ അന്ന് അങ്കിൾ വന്നില്ല. അങ്കിൾ തന്നോട് സംസാരിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അവൻ അത്ഭുതപ്പെട്ടു. അവൻ നിശബ്ദമായി മുറിയിൽ നിന്നും ഇറങ്ങി വരാന്ത മുറിച്ചു കിടന്ന് പ്രധാന ഗ്രിൽ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നു. പ്രധാന ഗേറ്റ് തുറന്നു കിടക്കുന്നത് അവൻ കണ്ടു. അങ്കിൾ തന്നോട് സംസാരിക്കാതെ പോയോ എന്ന് വിഷ്ണു മുകളിലേക്കും താഴേക്കും നോക്കി. പക്ഷേ വിഷ്ണുവിന് അങ്കിളിനെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല. കാറ്റ് കാരണം അത് തുറന്നതാകാമെന്ന് അവൻ കരുതി. വിഷ്ണു പതുക്കെ പോയി പ്രധാന ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് മറുഭാഗത്ത് നിന്നും ആരോ വളരെ മുറുക്കി പിടിച്ചിരിക്കുന്നത് പോലെ അവന് തോന്നി. അത് അടയ്ക്കാൻ വിഷ്ണുവിന് വല്ലാത്ത ശക്തി പ്രയോഗിക്കേണ്ടി വന്നു. ഒടുവിൽ ഗേറ്റ് അടച്ച് വിഷ്ണു പഠിക്കാൻ മുറിയിലേക്ക് മടങ്ങി. ഇവിടെ വിഷ്ണുവിന് പറ്റിയ തെറ്റ് അവനിത് കുടുംബത്തോട് പറഞ്ഞില്ല എന്നതാണ്. അവരോട് പറഞ്ഞാൽ അത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പഠനത്തെ തടസ്സപ്പെടുത്തുമെന്നും അവൻ കരുതി. അതിനാൽ അവൻ അത് രഹസ്യമായി വെച്ചു. അടുത്ത രാത്രിയും ഇതേ സാഹചര്യമുണ്ടായി. വിഷ്ണു പഠിക്കുകയായിരുന്നു. ഗ്രിൽ വീണ്ടും തുറക്കുന്നത് അവൻ കേട്ടു. രാത്രി 12:15 വിഷ്ണു തൻ്റെ മുറി തുറന്ന് വരാന്തയിലൂടെ പ്രധാന ഗേറ്റിലേക്ക് പോയി. ഗേറ്റ് തുറന്നിരിക്കുന്നത് അവൻ കണ്ടു. പക്ഷേ ഇന്നെന്താണ് വ്യത്യസ്തമെന്ന് നിങ്ങൾക്കറിയാമോ? തൻ്റെ ഉടമസ്ഥൻ രാത്രി 10 മണിക്ക് വീട്ടിലെത്തിയത് വിഷ്ണു വ്യക്തമായി ഓർക്കുന്നു.
വിഷ്ണു സ്വന്തം കൈകൊണ്ട് പ്രധാന ഗേറ്റ് പൂട്ടിയിരുന്നു. ഇത് മനസ്സിലായതോടെ വിഷ്ണുവിൻ്റെ ശരീരം തണുത്തുറച്ചു. അവൻ ഗേറ്റിലേക്ക് തന്നെ നോക്കി നിന്നു. പക്ഷെ അത് വീണ്ടും പോയി അടയ്ക്കാൻ അവന് ധൈര്യം വന്നില്ല. അവൻ മുറിയിലേക്ക് ഓടിപ്പോയി. വാതിലടയ്ക്കുമ്പോൾ ആരോ തൻ്റെ മുന്നിലൂടെ വരാന്തയിലെ ബാത്റൂമിലേക്ക് പോകുന്നത് അവൻ കണ്ടു. വിഷ്ണു ഭയങ്കരമായ അവസ്ഥയിലായിരുന്നു. ഇനി എന്തിനു പഠിക്കണം? അവൻ 2 വാതിലുകളും പൂട്ടി കുടുംബത്തോടൊപ്പം നിശബ്ദമായി ഉറങ്ങാൻ പോയി. അതിനുശേഷം താൻ രാത്രി പഠിക്കുന്നത് നിർത്തിയെന്ന് വിഷ്ണു വിശദീകരിക്കുന്നു. അവനിപ്പോൾ പുലർച്ചെ 5 മണിക്കാണ് എഴുന്നേറ്റ് പഠിക്കുന്നത്. ഈ കാര്യങ്ങൾ 1-2 തവണ സംഭവിച്ചാൽ അതൊരു യാദൃച്ഛികതയോ വെറും തോന്നലോ ആകാം. എന്നാൽ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് സംഭവിക്കാൻ തുടങ്ങിയാൽ വ്യത്യസ്ത സമയങ്ങളിൽ ഒന്നിലധികം ആളുകൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യയോ യാദൃച്ഛികതയോ അല്ല. അതിൻ്റെ പിന്നിൽ എന്തോ ഊർജമുണ്ട്. എന്നാൽ വിഷ്ണുവിൻ്റെ കുടുംബം ഇതൊരിക്കലും മനസ്സിലാക്കിയില്ല. ദിവസങ്ങൾ പതുക്കെ കടന്നുപോയി. ഒടുവിൽ ദീപാവലി എത്തി. എല്ലാവരുടെയും വീട്ടിൽ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഈ സമയത്ത് തൻ്റെ കുടുംബം ഒരുക്കങ്ങൾക്കായി രാത്രി വൈകി വരെ ഉണർന്നിരിക്കുമായിരുന്നു എന്ന് വിഷ്ണു വിശദീകരിക്കുന്നു. എല്ലാവരും വൈകി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ പോയി. ഏകദേശം 11:30 വിഷ്ണുവിൻ്റെ സഹോദരി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അവൾ മടങ്ങി വന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കോണിൽ ഒരാൾ ചിലന്തിയെപ്പോലെ ചുവരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവൻ അവളെ തന്നെ തുറച്ചു നോക്കുകയായിരുന്നു. കുറച്ചു നിമിഷങ്ങൾ അവളുടെ സഹോദരി തറഞ്ഞു നിന്നുപോയി. പക്ഷെ പിന്നീട് അവൾ നിലവിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി. എല്ലാവരും അവരുടെ മുറിയിൽ കയറിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല എന്ന് വിഷ്ണു വിശദീകരിക്കുന്നു. ആ സംഭവത്തിന് ശേഷം അടുത്ത 6-7 ദിവസത്തേക്ക് വിഷ്ണുവിൻ്റെ സഹോദരിക്ക് സുഖമില്ലായിരുന്നു. അവരൊരു പൂജാരിയെ വിളിച്ച് വീട്ടിൽ ആവാഹനം നടത്തി. ഒടുവിൽ 6-7 ദിവസങ്ങൾക്ക് ശേഷം സഹോദരിയുടെ ആരോഗ്യം സാധാരണ നിലയിലായി. എന്നാൽ ഈ താൽക്കാലിക പരിഹാരം സഹായിക്കാൻ പോകുന്നില്ലായിരുന്നു. കാലം കടന്നു പോകുമ്പോൾ സമൂഹത്തിലെ പലർക്കും ഈ രൂപത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു തുടങ്ങി. സൊസൈറ്റിയുടെ ലേഔട്ടിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അവിടെ ഒരു കോണിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ദമ്പതികൾ താമസിക്കുന്നു. പെൺകുട്ടിയുടെ പേര് റാണി എന്നാണ്. ഒരു രാത്രി റാണിയും ഭർത്താവും കട്ടിലിൽ ഉറങ്ങുകയായിരുന്നു. റാണിക്ക് ദാഹം തോന്നി വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പ്രവേശിച്ചപ്പോൾ ചുവന്ന സാരി ധരിച്ചൊരു സ്ത്രീ അടുക്കള കൗണ്ടറിന്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു. അവളുടെ മൂടുപടം വീണിരുന്നു. അവൾ അടുക്കളയിലെ ഭിത്തിയിലേക്ക് അഭിമുഖമായി നിൽക്കുകയായിരുന്നു. റാണി അവിടെ നിൽക്കുന്നു. സാരിയെടുത്ത സ്ത്രീ അവളുടെ തൊട്ടടുത്ത് നിൽക്കുന്നു. ഇത് കണ്ട റാണി ഉടൻ വീട്ടിൽ നിന്നും തെരുവിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അവിടെ നിന്നും ഉറക്കെ കരയാൻ തുടങ്ങി. നിലവിളി കേട്ട് റാണിയുടെ ഭർത്താവും മറ്റുള്ളവരും വന്നു. അടുക്കളയിൽ സ്ത്രീയെ കണ്ട കാര്യം റാണി അവരോട് പറഞ്ഞു. ഇതിനകം തന്നെ സൊസൈറ്റി അംഗങ്ങൾ എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് മനസ്സിലാക്കി. വിഷ്ണുവിൻ്റെ മാതാപിതാക്കൾ ഒരു ബന്ധുവിനെ വിളിച്ചു. ഈ ബന്ധു വിഷ്ണുവിൻ്റെ അകന്ന അമ്മാവനായിരുന്നു. അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ കീഴിൽ മന്ത്രവാദം പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ രവികാന്ത് ഉയർന്ന തലത്തിൽ ഇത് പരിശീലിച്ചിരുന്നു. അദ്ദേഹം വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസം താമസിച്ചു. 3-ാം ദിവസം അദ്ദേഹം പറഞ്ഞു, അന്ന് രാത്രി ഞാൻ ടെറസിൽ ഉറങ്ങാം. രാത്രി വിഷ്ണുവും അവൻ്റെ സഹോദരൻ മിഥുനും അമ്മാവനും വിഷ്ണുവിൻ്റെ മേൽക്കൂരയിൽ ഉറങ്ങുകയായിരുന്നു. ഏകദേശം പുലർച്ചെ 2:15 വിഷ്ണുവിൻ്റെ അമ്മാവൻ അടുത്തുള്ള ഗള്ളിയിൽ നിന്നും പാദസരത്തിൻ്റെ കിലുക്കം കേട്ടു. ഒരു സ്ത്രീ ഇടവഴിയിലൂടെ നടന്നു പോകുന്നതായി തോന്നി. അമ്മാവൻ ഉണർന്നു. അവൻ ഉടൻ തന്നെ മേൽക്കൂരയിൽ നിന്നും താഴേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ഇടവഴിയുടെ ഒരു കോണിൽ പതിഞ്ഞു. ചുവന്ന സാരി ധരിച്ച അതേ സ്ത്രീ അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു. അവൾ അമ്മാവനെ തന്നെ തുറിച്ചു നോക്കുന്നു. അമ്മാവൻ അവളുമായി കണ്ണുടക്കിയ ഉടൻ അയാൾ പേടിച്ചുപോയി. ഈ നേരത്ത് തെരുവിൽ നിൽക്കുന്നത് ഏത് സ്ത്രീയാണെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതുവരെ അദ്ദേഹം അവിടെ നിന്ന് നോക്കുകയായിരുന്നു. മേൽക്കൂരയുടെ മുകളിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു. അതിലൂടെ അമ്മാവൻ അവളെ നിരന്തരമായി നോക്കുന്നു. അതെ, അവരുടെ കൺമുന്നിൽ തന്നെ ആ സ്ത്രീ നിലത്ത് നിന്നും 3 നിലകൾ ഉയരത്തിൽ പൊങ്ങി. അവൾ വിഷ്ണുവിൻ്റെ അമ്മാവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. ഇതിനർത്ഥം സ്ത്രീയും അമ്മാവനും തമ്മിൽ വളരെ കുറഞ്ഞ ദൂരമേ ഉണ്ടായിരുന്നു. അവൾ അവിടെ നിന്നും അമ്മാവനെ തുറച്ചു നോക്കുകയാണ്. അപ്പോൾ അമ്മാവൻ ധൈര്യം സംഭരിച്ച് ഉറക്കെ ഹനുമാൻ ചാലിസ ചൊല്ലാൻ തുടങ്ങി. ഹനുമാൻ ചാലിസ കേട്ട് മേൽക്കൂരയിൽ ഉറങ്ങുകയായിരുന്ന മറ്റു 3 പേരും ഉണർന്നു. അവർ അമ്മാവനോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അമ്മാവൻ മറുപടി പറഞ്ഞു, ഇല്ല, എനിക്കൊരു പേടി സ്വപ്നം കണ്ടതാണ്. മറ്റുള്ളവർ പേടിക്കുമെന്ന് പറയുന്ന അദ്ദേഹം അന്നത് അവരോട് പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ താനൊരു സ്ത്രീയെ കണ്ടുവെന്നും അവൾ അവിശ്വസനീയമാം വിധം ശക്തയാണെന്ന് തനിക്ക് തോന്നിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. തൻ്റെ സുഹൃത്തായ രവികാന്തിനെ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. രവികാന്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. വിഷ്ണുവിൻ്റെ അമ്മാവിൻ്റെ സുഹൃത്തായ രവികാന്ത് സൂററ്റിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള കിം എന്ന പട്ടണത്തിലാണ് താമസിച്ചിരുന്നതെന്ന് വിഷ്ണു എഴുതുന്നു. പ്രേതബാധ ഒഴിപ്പിക്കാനോ ഒരാളുടെ വീട് പരിശോധിക്കാനോ പോകുന്നതിന് അവർക്കവിടെ കൃത്യമായൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ കിം അവരുടെ താവളമായിരുന്നു. ഏകദേശം 8 മണിക്ക് വിഷ്ണുവിൻ്റെ അമ്മാവൻ മറ്റൊരു സുഹൃത്തിനൊപ്പം കിമ്മിലെത്തി. അവരുടെ പദ്ധതി രവികാന്തിനൊപ്പം താമസിച്ച് അടുത്ത ദിവസം രാവിലെ സൂററ്റിലേക്ക് മടങ്ങുക എന്നതായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ രവികാന്ത് അടിയന്തരമായി നഗരം വിട്ടുപോയി എന്നറിഞ്ഞു. ഒരു കുടുംബത്തിന് ചില പാരനോർമൽ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു.
അതിനാൽ രവികാന്ത് അത് പരിഹരിക്കാൻ നഗരം വിട്ട് പോകേണ്ടി വന്നു. വിഷ്ണുവിൻ്റെ അമ്മാവനും സുഹൃത്തും ചിന്തിച്ചു, ശരി, നമ്മളിവിടെ എത്തിയല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്യാം. രവികാന്ത് ഇന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് നാളെ രാവിലെ അദ്ദേഹത്തെയും കൂട്ടി സൂരറ്റിലേക്ക് പോകാം. അവരൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു. അത്താഴം കഴിഞ്ഞ് ശാന്തമായി ഉറങ്ങാൻ പോയി. ഇപ്പോൾ അർദ്ധരാത്രിയിൽ വിഷ്ണുവിൻ്റെ അമ്മാവൻ ആരോ തൻ്റെ വാതിലിൽ തട്ടുന്നത് കേട്ടു. അവൻ ഉണർന്നു. അവൻ തൻ്റെ മൊബൈൽ പരിശോധിച്ചു. സമയം പുലർച്ചെ 3 കണ്ടു. അമ്മാവൻ അപ്പോൾ വിചാരിച്ചത്, ഈ സമയത്ത് ആരാണ് ഇവിടെ വന്ന് മുട്ടുന്നത്? അപ്പോൾ 30 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ശബ്ദം പുറത്തുനിന്നും കേട്ടു. അവൾ പറഞ്ഞു, രവികാന്ത് അയച്ചതാണ്. നിങ്ങൾ അദ്ദേഹത്തോട് എന്തോ കാര്യമുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അങ്കിളിന് വിചിത്രമായി തോന്നി. കാരണം അദ്ദേഹം രവികാന്തിനോട് ഹോട്ടലിൻ്റെ പേര് പോലും പറഞ്ഞിരുന്നില്ല. അപ്പോൾ രവികാന്തിന് എങ്ങനെ ആരെങ്കിലും അവിടേക്ക് അയക്കാൻ കഴിയും? പിന്നെ സ്ത്രീ വീണ്ടും വാതിലിൽ തട്ടി. അങ്കിൾ പറഞ്ഞു, 1 മിനിറ്റ് നിൽക്കൂ, ഞാൻ വാതിൽ തുറക്കാം. സ്ത്രീ പ്രതികരിച്ചു, അതെ, ദയവായി വേഗം തുറക്കൂ, എല്ലാം ശരിയാകും. അങ്കിൾ സുഹൃത്തിനെ ഉണർത്തി പറഞ്ഞു, പുറത്തൊരു സ്ത്രീ നിൽക്കുന്നുണ്ട്. രവികാന്ത് അയച്ചതാണെന്ന് അവൾ പറയുന്നു. പക്ഷേ നമ്മൾ ഹോട്ടലിൻ്റെ അഡ്രസ്സ് രവികാന്തിനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇതെങ്ങനെ സാധ്യമാവും? അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ശരിയായി തോന്നുന്നില്ല, ഇപ്പോൾ തന്നെ രവികാന്തിനെ വിളിക്കൂ. അങ്കിൾ രവികാന്തിനെ വിളിച്ച് എല്ലാം വിശദീകരിച്ചു. രവികാന്ത് പരിഭ്രാന്തനായി പറഞ്ഞു, നോക്കൂ, എന്ത് സംഭവിച്ചാലും വാതിൽ തുറക്കരുത്. ആ സ്ത്രീ പറയുന്ന ഒന്നിനും നീ പ്രതികരിക്കുകയും ചെയ്യരുത്. ഞാൻ ആരെയും അയച്ചിട്ടില്ല. നീ പ്രതികരിച്ചാൽ അവൾക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയും. അവളെ അവഗണിക്കുക. ഇത് കേട്ടതോടെ അങ്കിളിൻ്റെ പേടി വർദ്ധിച്ചു. അദ്ദേഹം ഇതിനകം തന്നെ ഞാൻ ഉടൻ തുറക്കാമെന്ന് പ്രതികരിച്ചിരുന്നു. അങ്കിളും സുഹൃത്തും അവിടെ ശാന്തമായിരുന്നു. ഹനുമാൻ ചാലിസ ചൊല്ലാൻ തുടങ്ങി. പുറത്തുനിന്നും ആ സ്ത്രീ വീണ്ടും വിളിച്ചു, വാതിൽ തുറക്കൂ, എന്തുപറ്റി? എന്തുകൊണ്ടാണ് നിങ്ങൾ തുറക്കാത്തത്? രവികാന്ത് അയച്ചതാണ്. ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നത്. അവൾ ഇത് പറയുമ്പോൾ 30-32 വയസ്സുള്ള സ്ത്രീയുടെ ശബ്ദം ഭയാനകമായി മാറി. ഒരു മന്ത്രവാദിനെ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നത് പോലെ തോന്നി. കുറേ നേരം വാതിൽ തുറക്കാതായപ്പോൾ സ്ത്രീ വാതിൽ അടിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദം നിന്നു. സ്ത്രീ മാറിയെന്ന് മനസ്സിലാക്കിയ വിഷ്ണുവിൻ്റെ അമ്മാവൻ ജനലിലൂടെ അവളെ കാണാൻ ശ്രമിച്ചു. അവളുടെ 2 കാലുകളും തിരിഞ്ഞാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് കണ്ട വിഷ്ണുവിൻ്റെ അമ്മാവൻ ബോധരഹിതനായി. ബോധം തെളിഞ്ഞപ്പോൾ ഹോട്ടൽ മാനേജർ അടുത്തുണ്ടായിരുന്നു. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു. പിന്നെ ഞാൻ സ്ത്രീയുടെ കാലുകൾ കണ്ടു എന്ന് വിഷ്ണുവിൻ്റെ അമ്മാവൻ മുഴുവൻ സംഭവവും വിശദീകരിച്ചു. ഹോട്ടൽ മാനേജർ പറഞ്ഞു, നിങ്ങൾ വാതിൽ തുറക്കാത്തത് നന്നായി. അവൾ വെറും ഒരു ആത്മാവല്ല, പുറത്തു നിന്നും വരുന്നവരെ വേട്ടയാടുന്ന മന്ത്രവാദിനിയാണ് അവൾ. നേരം വെളുത്താലുടൻ പോകുന്നത് നന്നായിരിക്കും. രാവിലെ 8:30 അമ്മാവനും സുഹൃത്തും സൂരറ്റിലേക്ക് തിരിച്ചു. അവർ പുറപ്പെട്ടു. അവർ ഇതിനകം തന്നെ സുഹൃത്തായ രവികാന്തിനോട് സംസാരിച്ചിരുന്നു. രവികാന്ത് പറഞ്ഞിരുന്നത് അദ്ദേഹം 11 അല്ലെങ്കിൽ 12 സൂരറ്റിലെത്തുമെന്നും അതിനുശേഷം ഞങ്ങൾ സൊസൈറ്റിക്കുള്ളിൽ പൂജയും നടത്തുമെന്നാണ്. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് വിഷ്ണുവിൻ്റെ അമ്മാവൻ അറിഞ്ഞത് കിമ്മിൽ നിന്നും സൂരറ്റിലേക്ക് തിരിച്ച തൻ്റെ സുഹൃത്ത് രവികാന്ത് വഴിയിൽ വെച്ച് അപകടത്തിൽ മരിച്ചു എന്നാണ്. ഇത് കേട്ട വിഷ്ണുവിൻ്റെ അമ്മാവനും വിഷ്ണുവിൻ്റെ കുടുംബവും ആകെ ഞെട്ടിപ്പോയി. വിഷ്ണുവിൻ്റെ അമ്മാവൻ പറഞ്ഞു, അതെ, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതാരായാലും അവർ ഒറ്റയ്ക്കല്ല, കുറേ പേരുണ്ട്. നിങ്ങളിപ്പോൾ വളരെ ശ്രദ്ധിക്കണം. രാത്രി ആരും എങ്ങോട്ടും ഒറ്റയ്ക്ക് പോകരുത്, പ്രത്യേകിച്ച് ഇത്തരം വിജനമായ സ്ഥലങ്ങളിൽ. ഇത് പറഞ്ഞ് വിഷ്ണുവിൻ്റെ അകന്ന അമ്മാവൻ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇതേ കാര്യം തന്നെ സംഭവിക്കുന്നു. നിങ്ങളൊരു വീട് പണിതാലോ അല്ലെങ്കിൽ കുറേ കാലമായി വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലോ പെട്ടെന്നത് ഒഴിഞ്ഞു മാറുന്നത് അസാധ്യമാണ്. എല്ലാം പാക്ക് ചെയ്ത് പോകണമെന്ന് തീരുമാനിക്കാൻ പോലും ഒരുപാട് സമയമെടുക്കും. സൊസൈറ്റിയിൽ താമസിക്കുന്നവർക്കും അതേ അവസ്ഥയായിരുന്നു. അവർ ഈ സാഹചര്യം സഹിക്കുകയായിരുന്നു. എന്നാൽ വീട് വിട്ടു പോകുന്നതിനെ കുറിച്ച് ആരും കാര്യമായി ചിന്തിച്ചിരുന്നില്ല. എന്നാൽ കാലക്രമേണ ഈ സംഭവങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. വിഷ്ണുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് മറാത്തി കുടുംബത്തിലെ ഒരു മകൾ താമസിച്ചിരുന്ന കാര്യം ഞാൻ പറഞ്ഞു. അവളുടെ പേര് റീന എന്നായിരുന്നു. ഒരു രാത്രി റീനയുടെ ചെറിയ മകൻ, അന്ന് ഏകദേശം 5 അല്ലെങ്കിൽ 6 വയസ്സായിരുന്നു, തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, എനിക്ക് മൂത്രമൊഴിക്കണം. റീനയ്ക്ക് അല്പം ദേഷ്യം വന്നു. നീ തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഗോളു എന്ന റീനയുടെ മകൻ ചെയ്തത് എന്താണെന്നാൽ ബാത്റൂമിലേക്ക് പോകുന്നതിന് പകരം അവൻ ഉറക്കത്തിൽ നടന്ന് വീടിൻ്റെ പുറത്തിറങ്ങി ഗേറ്റ് തുറന്നു. എന്നിട്ട് പുറത്തുനിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങി. അവൻ മൂത്രമൊഴിക്കുമ്പോൾ തൻ്റെ അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. അവൾ വിളിക്കുന്നു, ഗോളു, ഗോളു. അമ്മയുടെ ശബ്ദം കേട്ട് ഗോളുവിന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ഓ അമ്മേ, ഞാൻ വിളിച്ചപ്പോൾ അമ്മ വന്നില്ല. ഇപ്പോൾ അമ്മ ഗോളു ഗോളു എന്ന് വിളിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം ഗോളു തിരിച്ചറിഞ്ഞു തൻ്റെ അമ്മയുടെ ശബ്ദം വരുന്നത് തൻ്റെ തൊട്ടടുത്ത് നിന്നാണെന്ന്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചുവന്ന സാരി ധരിച്ചൊരു സ്ത്രീ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടു. അവൾ അവനെ നോക്കി ഭയപ്പെടുത്തുന്ന രീതിയിൽ ചിരിക്കുകയായിരുന്നു. ആ നിമിഷം ഗോളു തിരിച്ചറിഞ്ഞു ഇത് തൻ്റെ അമ്മയല്ലെന്ന്. അവൻ ഉറക്കെ കരയാനും നിലവിളിക്കാനും തുടങ്ങി. അവൻ്റെ കരച്ചിൽ കേട്ട ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ വന്ന് അവനെ അകത്തേക്ക് കൊണ്ടുപോയി. എന്തു പറ്റി ഗോളു എന്ന് അവർ ചോദിച്ചു. ഗോളു മറുപടി പറഞ്ഞു, ആ ആൻറ്റി എന്നെ പേടിപ്പിക്കുകയായിരുന്നു. അവളോടൊപ്പം ചെല്ലാൻ അവൾ എന്നോട് ആവശ്യപ്പെട്ടു. അവൾക്ക് കണ്ണുകളില്ലായിരുന്നു. ഞാൻ അവളുടെ കൂടെ പോകണോ? ഇത് കേട്ട് എല്ലാവരും സ്തംഭിച്ചുപോയി. സൊസൈറ്റി നിവാസികളെ വേട്ടയാടുന്ന അതേ സ്ത്രീയാണിതെന്ന് അവർക്ക് മനസ്സിലായി. ഗോളുവിൻ്റെ മാനസിക നില ക്രമേണ വഷളായെന്ന് വിഷ്ണു എഴുതുന്നു.
അവർ അവനെ അനേകം ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയെങ്കിലും ഒന്നും ഫലിച്ചില്ല. വാസ്തവത്തിൽ ഗോളുവിൻ്റെ മാനസികാവസ്ഥ ഇന്നും പഴയതുപോലെ തന്നെയാണ്. അവൻ വല്ലപ്പോഴും തിരിഞ്ഞു നിന്ന് തികച്ചും അസംബന്ധമായ എന്തെങ്കിലും പറയും. ആവർത്തിച്ച് പറയും, എനിക്ക് ആൻറ്റിയുടെ കൂടെ പോകണം, എനിക്ക് ആൻറ്റിയുടെ കൂടെ പോകണം. ആ ഒരു സ്ത്രീയിലെ അശ്രദ്ധയുടെ ഫലം ഗോളുവിൻ്റെ കുടുംബം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അന്ന് രാത്രി ഗോളുവിന് സംഭവിച്ചതിന് ശേഷം സൊസൈറ്റി അംഗങ്ങൾ വളരെയധികം ആശങ്കാകുലരായി. അവർ വളരെ പ്രഗത്ഭരായ ഒരു പൂജാരിയെ വിളിച്ച് തെരുവിൽ ആവാഹനം നടത്തി. എന്നാൽ പൂജാരി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ആത്മാവ് എന്തായാലും ഒറ്റയ്ക്കല്ല, അത് അവിശ്വസനീയമാം വിധം ശക്തമാണ്. ഞാനല്ല, എന്നെപ്പോലെ 10 പൂജാരിമാർ ഒന്നിച്ചു വന്നാലും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് കുറച്ച് സമയം തരൂ, ഞാൻ എൻ്റെ ഗുരുവിനെ കൊണ്ടുവരാം, അദ്ദേഹത്തിനിത് മാറ്റാൻ കഴിയും. ആവാഹനം നടത്തിയ ശേഷം പൂജാരി വീട്ടിലേക്ക് മടങ്ങിയെന്നും പിന്നീട് ഇത്തരം ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ആവൃത്തി അല്പം കുറഞ്ഞുവെന്നും വിഷ്ണു എഴുതുന്നു. അതായത് ആളുകൾ സ്ഥിരമായി കണ്ടിരുന്ന ആത്മാക്കൾ പ്രത്യക്ഷപ്പെടുന്നത് നിന്നു. 4-5 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതിനിടയിൽ ആളുകൾ മേൽക്കൂരയിൽ ഉറങ്ങുന്നത് നിർത്തി. എല്ലാവരും ഒരു ദിനചര്യ വികസിപ്പിച്ചെടുത്തു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഹനുമാൻ ചാലീസയും ഗായത്രി മന്ത്രവും ചൊല്ലും. ഇതിനിടയിൽ വിഷ്ണുവിന് ഇന്ത്യൻ ആർമിയിൽ ജോലി ലഭിച്ചു. അവൻ ഡ്യൂട്ടിക്കായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. അതിനിടയിൽ സരോജ് വിഷ്ണുവിൻ്റെ വീടിൻ്റെ എതിർവശത്തുള്ള മറാത്തി കുടുംബത്തിലെ മകൾ തൻ്റെ ചില സുഹൃത്തുക്കളോടൊപ്പം ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിന് പോയി. വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം സുഹൃത്തുക്കളോടൊപ്പം കാറിൽ കയറി വീട്ടിലേക്ക് മടങ്ങി. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രധാന റോഡിലെത്തിയപ്പോൾ സുഹൃത്തുക്കൾ അവളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാമെന്ന് പറഞ്ഞെങ്കിലും സരോജ് അത് നിരസിച്ചു. അവർ അവളെ അവിടെ ഇറക്കിവിട്ട് യാത്ര തുടർന്നു. വീട്ടിലെത്താൻ സരോജ് പ്രധാന റോഡിൽ നിന്നും തൻ്റെ സൊസൈറ്റിയിലേക്കുള്ള ഇടവഴിയിലൂടെ നടക്കാൻ തുടങ്ങി. രാത്രി ഏകദേശം 2:30 ആയിരുന്നു സമയം. അപ്പോഴാണ് ആരോ തന്നെ പിന്തുടരുന്നതായി അവൾ തിരിച്ചറിഞ്ഞത്. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അവൾ വേഗത്തിൽ തൻ്റെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ സ്ത്രീ തൻ്റെ തൊട്ടടുത്ത് തന്നെ നടക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. സരോജ ആ സ്ത്രീയെ ഒന്ന് നോക്കിയ ഉടനെ നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി. വീട്ടുവാതിൽക്കലെത്തിയപ്പോൾ അവൾ ബോധരഹിതയായി വീണു. വീട്ടുകാർ പുറത്തു വന്ന ഉടനെ അവളെ ആശുപത്രിയിലാക്കി. 3 ദിവസം ആശുപത്രി കഴിഞ്ഞ ശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ ആ രാത്രി ആ സ്ത്രീ സരോജിനെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. ആശുപത്രിയിൽ നിന്നും മടങ്ങി വന്ന ശേഷം സരോജ് പഴയ സരോജിനെ പോലെ അല്ലായിരുന്നു. അവൾ ആരോടും ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അവളുടെ ആരോഗ്യം ക്രമേണ വഷളായിക്കൊണ്ടേയിരുന്നു. ഓരോ തവണയും അവൾ കുടുംബത്തോട് പറയും, നിങ്ങൾ എൻ്റേതല്ല, അവളാണ് എൻ്റേത്, എനിക്ക് അവളുടെ കൂടെ പോകണം. ഇത് കാണുമ്പോഴെല്ലാം അവളുടെ കുടുംബം കണ്ണീർ വാർത്തു. ഇതിൻ്റെ വാർത്ത പെട്ടെന്ന് സമൂഹത്തിൽ പടർന്നു. ഈ പ്രേതബാധയേറ്റ സ്ത്രീയെ തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ഫോണിലൂടെ അറിഞ്ഞപ്പോൾ തൻ്റെ കുടുംബത്തെ അവൾ ആക്രമിച്ചേക്കുമെന്ന് വിഷ്ണു വളരെയധികം ആശങ്കപ്പെട്ടു. തുടർന്ന് എത്രയും വേഗം വീട് ഒഴിയണമെന്ന് അവൻ കുടുംബത്തോട് കർശനമായി പറഞ്ഞു. ഞാനിപ്പോൾ അവിടെയില്ല, നമുക്ക് അത്തരം റിസ്കുകൾ എടുക്കാൻ കഴിയില്ല. തുടർന്ന് വിഷ്ണുവിൻ്റെ കുടുംബം അവൻ്റെ കസിൻ ആരതി ദീദിയോടൊപ്പം 1 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സൊസൈറ്റിയിലേക്ക് മാറി. താമസം മാറി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സരോജ് മരണപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞു. വിഷ്ണുവും കുടുംബവും ഈ വാർത്ത കേട്ട് തകർന്നുപോയി. അവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും അടുത്ത ഇരയാകാൻ സാധ്യതയുണ്ടായിരുന്നു. സരോജിൻ്റെ മരണം നടന്ന രാത്രി അവൾ ചുവന്ന സാരി ധരിച്ചുവെന്നും ശക്തമായ പെർഫ്യൂം ഉപയോഗിച്ചിരുന്നുവെന്നും വിഷ്ണു എഴുതുന്നു. ശക്തമായ പെർഫ്യൂമുകൾ ഇത്തരം ആത്മാക്കളെ ആകർഷിക്കുമെന്ന് പറയപ്പെടാറുണ്ട്. ഇതിനുശേഷം വിഷ്ണു ഒരു തവണ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം ആ പ്രദേശത്തിൻ്റെ ചരിത്രം അന്വേഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് 30 വർഷമായി സൊസൈറ്റിയിൽ താമസിച്ചിരുന്ന ഒരു പൂജാരിയെക്കുറിച്ച് അവർ അറിഞ്ഞത്. പൂജാരി പറഞ്ഞു, ഞാൻ 30 വർഷമായി ഇവിടെ താമസിക്കുന്നു. തുടക്കകാലത്ത് അതൊരു സമ്മിശ്ര സമൂഹമായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ വീട്ടിൽ ഒന്നിച്ച് താമസിച്ചിരുന്നു. തുടർന്ന് പൂജാരി വളരെ ഭീകരമായ ഒരു അധ്യായം വെളിപ്പെടുത്തി. 2002 ഗുജറാത്ത് കലാപത്തിൽ അവിടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതിനിടയിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ദമ്പതികൾ ആ അയൽപക്കത്തേക്ക് താമസം മാറിയിരുന്നു. അവർ വിവാഹിതരായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചിലർ അവരുടെ വീട്ടിൽ കയറി ഭർത്താവിനെ കൊല്ലുകയും പിന്നീട് സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും ജീവനോടെ കത്തിക്കുകയും ചെയ്തു. അന്നു തൊട്ട് ആ പ്രദേശം വേട്ടയാടപ്പെടുന്നുണ്ടെന്നും അവിടെ വേട്ടയാടുന്നത് വെറുമൊരു ആത്മാവല്ലെന്നും ആ കലാപത്തിൽ മരിച്ചവരുടെ എല്ലാം ആത്മാക്കളാണെന്നും അവർ ഇപ്പോഴും അവിടെ നിന്നും അലഞ്ഞു തിരിയുകയാണെന്നും പൂജാരി വിശദീകരിച്ചു. വിഷ്ണു ഇങ്ങനെ എഴുതുന്നു, ഇത് കേട്ടപ്പോൾ എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അത്രയും ഇരുണ്ട ഭൂതകാലമുള്ള ഒരിടത്താണ് താൻ താമസിച്ചിരുന്നത്. ശരി, ഞാൻ പറഞ്ഞല്ലോ, ഒരു പൂജാരി വന്ന് പറഞ്ഞു, ഞാൻ 10 പൂജാരിമാരെ കൊണ്ടുവന്നാലും അതെൻ്റെ നിയന്ത്രണത്തിലാകില്ല എന്ന്. അതിനാൽ ഞാൻ എൻ്റെ ഗുരുവിനെ കൊണ്ടുവരാം. ഒടുവിൽ കുറച്ചു കാലത്തിന് ശേഷം പൂജാരി തൻ്റെ ഗുരുവായി സൊസൈറ്റിയിൽ പൂജ നടത്താനെത്തുന്നു. ആ ആത്മാക്കളെ നിയന്ത്രിക്കാമെന്ന് വാഗ്ദാനം നൽകുന്നു. സൊസൈറ്റി അംഗങ്ങൾ പൂജയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. ഗുരു പൂജ നടത്താനിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ മുഴങ്ങുന്നു. അദ്ദേഹം കോൾ സ്വീകരിക്കുന്നു. പെട്ടെന്ന് അജ്ഞാതമായ കാരണത്താൽ അദ്ദേഹം എഴുന്നേറ്റ് റോഡിലേക്ക് നടക്കാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം അദ്ദേഹം ഒരു ട്രക്ക് ഇടിച്ച് മരിച്ചെന്ന വാർത്ത വരുന്നു. വിഷ്ണു ഇങ്ങനെ പറയുന്നു,
അതിനുശേഷം ഒരു പൂജാരിയോ മതപുരോഹിതനോ അവിടെ പൂജ നടത്താൻ വരാൻ തയ്യാറായില്ല. ആ സ്ഥലം വേട്ടയാടപ്പെട്ടതാണ്. ഇന്നും ആ സൊസൈറ്റിക്കടുത്തുള്ള പ്രധാന റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അവനെ കാണാറുണ്ട്. അതായത് അവിടുത്തെ നെഗറ്റീവ് സാന്നിധ്യം അനുഭവപ്പെടാറുണ്ട്. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് വളരെ നെഗറ്റീവായ ഒരു അനുഭവം ഉണ്ടാകും. ഞാൻ നേരത്തെ തന്നെ എൻ്റെ കുടുംബത്തെ അവിടെ നിന്ന് മാറ്റിയത് നന്നായി. അപ്പോൾ ഇതാണ് മുഴുവൻ കഥയും. വിഷ്ണു സൊസൈറ്റിയുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ വിചാരിച്ച ഒരു കഥയിലും ഇത്രയധികം മരണങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള കഥകൾ വിവരിക്കുന്നത് എനിക്ക് പോലും ബുദ്ധിമുട്ടാണ്. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ലവ് യു ഓൾ. ബൈ.